തിരുവചനം തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹമാക്കാം. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 23-ാം അധ്യായം 23-ഉം 24-ഉം തിരുവചനങ്ങൾ. കർത്താവ് ചോദിക്കുന്നു, സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? വിദൂരത്തിലായിരിക്കുമ്പോഴും ഞാൻ ദൈവമല്ലേ? എനിക്ക് കാണാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും രഹസ്യ സങ്കേതങ്ങളിൽ ഒളിക്കുവാൻ സാധിക്കുമോ? സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലേ ഞാൻ? കർത്താവാണ് ഇത് ചോദിക്കുന്നത്. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന ഒരു ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് മനുഷ്യന് നഷ്ടപ്പെടുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ തിന്മകൾക്ക് അടിമപ്പെടുവാനായിട്ട് അവൻ തന്നെ തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുന്നത്. കർത്താവ് വചനത്തിലൂടെ ചോദിക്കുകയാണ്, സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? വിദൂരത്തിലായിരിക്കുമ്പോഴും ഞാൻ ദൈവമല്ലേ? ദൈവത്തിന് മാറ്റമില്ല. സ്ഥലകാല പരിമിതികൾക്കപ്പുറമാണ് അവൻ്റെ സാന്നിധ്യവും അവൻ്റെ നേത്രങ്ങളും. അവനെല്ലാം കാണുന്നുണ്ടെന്ന് നമുക്കറിയാം. രഹസ്യ സങ്കേതങ്ങളിൽ ഒളിക്കുവാൻ മനുഷ്യന് കഴിയാത്ത വിധം അവൻ്റെ കണ്ണുകളിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല എന്ന് നമുക്കൊക്കെ അറിയാമായിരുന്നിട്ടും പലപ്പോഴും നമ്മൾ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെ വളരെ ഗൗരവമായി എടുക്കാറില്ല. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഒരു മകനെ പ്രാർത്ഥിക്കുവാനായിട്ട് വീട്ടുകാർ നിർബന്ധിച്ച് വിട്ടു. വീട്ടിൽ വല്ലാത്ത ശല്യമാണ്. മാതാപിതാക്കളെ ഒത്തിരിയേറെ വിഷമിപ്പിക്കുന്നുണ്ട്. കൂടെ ഉണ്ടായിരുന്ന കൗൺസിലിങ്ങിൻ്റെ കൃപാവരമുള്ള ഒരു ബ്രദറിൻ്റെ അടുത്ത് ഞാൻ ഈ ചെറുപ്പക്കാരനെ പറഞ്ഞയച്ചു. കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് വന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിട്ടാണ് അവനെ വിട്ടത്. അവൻ കൗൺസിലിങ്ങിന് ചെന്ന് ആ കൗൺസിലറിൻ്റെ മുമ്പിൽ ഇരുന്നപ്പോൾ ആ കൗൺസിലർ കണ്ണുകളടച്ച് അല്പനേരം അവന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കൗൺസിലറിന് ദൈവം ഒരു ദർശനം കൊടുക്കുകയാണ്. തൻ്റെ മുന്നിലിരിക്കുന്ന ഈ യുവാവായ പയ്യൻ അവൻ 3 പേരുമായിട്ട് ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതാണ് ഈ കൗൺസിലർ കാണുന്നത്. അല്പസമയത്തിന് ശേഷം കൗൺസിലർ അവനോട് ചോദിച്ചു, എടാ നീ കുടിക്കാറുണ്ടോ? പെട്ടെന്ന് അവൻ നിഷേധിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കുടിക്കാറൊന്നുമില്ല, ചുമ്മയാണ്, വെറുതെയാണ്. അല്പസമയം കഴിഞ്ഞ് ബ്രദർ വീണ്ടും കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ കാണിച്ചു കൊടുക്കുന്ന ഇതാണ്. 3 പേര് ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതാണ്. ആ 3 പേരിൽ ഒരുവൻ തൻ്റെ മുമ്പിലിരിക്കുന്ന കൗൺസിലിങ്ങിലിരിക്കുന്ന ചെറുപ്പക്കാരനാണെന്ന് വീണ്ടും ദർശനം അല്പം കൂടെ തെളിമയാർന്ന് ലഭിച്ചപ്പോൾ ഈ ബ്രദർ ശക്തമായ രീതിയിൽ പറഞ്ഞു, എടാ നിനക്ക് ദൈവത്തെ പറ്റിക്കാൻ പറ്റില്ല. ദൈവം അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന ദിവസം ഈ സമയത്ത് നീ 3 പേര് ഒരുമിച്ചിരുന്ന് ഇന്ന സ്ഥലത്തിരുന്ന് കുടിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവൻ വല്ലാത്ത ഷോക്ക് അടിച്ചതുപോലെ ആയിപ്പോയി. അവൻ്റെ മുഖഭാവമൊക്കെ മാറി. വല്ലാത്ത ഉള്ളിൽ പെട്ടെന്നൊരു ദൈവഭയം അവൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടു. അത് കഴിഞ്ഞ് വീണ്ടും കൗൺസിലിങ്ങിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ബ്രദർ അവൻ മാത്രം കൊണ്ടു നടക്കുന്ന ചില സ്വകാര്യതയുടെ രഹസ്യങ്ങൾ പെട്ടെന്ന് വെളിപ്പെടുത്തി കൊടുത്തു. ആ ദിനത്തിൽ ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാവുകയാണ്. അന്നുവരെ സ്വന്തം വീട്ടിൽ മാതാപിതാക്കൾക്ക് അസ്വസ്ഥതയായിരുന്ന അവൻ്റെ സംസാരവും പെരുമാറ്റവും ആ ദിനം കൊണ്ട് രൂപാന്തരപ്പെട്ട ഒരു വലിയൊരു സാക്ഷ്യം സംഭവിക്കുകയുണ്ടായി. കൗൺസിലിംഗ് കഴിഞ്ഞ് അവൻ വന്നു. പ്രാർത്ഥന കഴിഞ്ഞ് അവനെ വിട്ടു. 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇവൻ്റെ മാതാപിതാക്കൾ വന്ന് പറയുകയാണ്, അച്ഛാ അവൻ എന്താണ് സംഭവിച്ചത് ഞങ്ങൾക്ക് അറിയുന്നില്ല. അവൻ ഇപ്പോൾ കോപിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, പ്രശ്നം ഉണ്ടാക്കുന്നില്ല, ശാന്തമായിട്ട് നിൽക്കുക. അല്ലെങ്കിൽ എന്തു പറഞ്ഞാലും മറുതലിക്കും, കുറ്റപ്പെടുത്തും, വീട്ടിലെ സാധനങ്ങൾ വലിച്ചെറിയും. ഇപ്പോൾ അവൻ ഒന്നും ചെയ്യുന്നില്ല. അവൻ പ്രാർത്ഥനയിലിരിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി അവനോട് എന്തെങ്കിലും കയർത്ത് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട ആരെങ്കിലും സംസാരിച്ചാൽ പോലും
അവനൊരു ശാന്തതയിൽ നിൽക്കുകയാണ്. എന്താണെച്ചാ ഇങ്ങനെ ഈ ഒരു അത്ഭുതം എൻ്റെ മകന് സംഭവിക്കാനായിട്ട് കാരണമെന്ന് ഇവൻ്റെ മാതാപിതാക്കൾ ചോദിച്ചപ്പോൾ, പ്രിയമുള്ളവരെ, കാണുന്ന ദൈവത്തെ അവൻ കണ്ടുമുട്ടി, അതാണ് ഉത്തരമെന്ന് എനിക്ക് അവരോട് പറയേണ്ടി വന്നു. അവനെ കാണുന്ന, അവനെ കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഒരുവൻ തിരിച്ചറിയുന്ന നിമിഷം അവൻ്റെ ജീവിതത്തിൽ രൂപാന്തരീകരണം ഉണ്ടാകും, അത്ഭുതങ്ങൾ സംഭവിക്കും. നന്മയുടെ, സ്നേഹത്തിൻ്റെ, കരുണയുടെ ഒരു ജീവിതം അവൻ്റെ ഉള്ളിൽ നിന്ന് ഉറപൊട്ടി പുറത്തേക്ക് കടന്നു വരും. സങ്കീർത്തനം 139 സങ്കീർത്തനത്തിൽ എല്ലാം കാണുന്ന ഒരു ദൈവത്തെ വളരെ മനോഹരമായ രീതിയിൽ സങ്കീർത്തകൻ വിവരിക്കുന്നുണ്ട്. ഒരു വാക്ക് എൻ്റെ അധരത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അതുപോലും അറിയുന്ന ഒരു ദൈവമുണ്ടെന്നറിയുമ്പോൾ നമുക്കെങ്ങനെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മുറിപ്പെടുത്താൻ പറ്റും? ഒരു ചിന്ത എൻ്റെ ചിന്താമണ്ഡലത്തിൽ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ അതുപോലും അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ കൂടെ കൂടെ ധ്യാനിക്കുമ്പോൾ എനിക്കെങ്ങനെ അശുദ്ധ ചിന്തകൾ വച്ച് മറ്റുള്ളവരെ നോക്കാൻ കഴിയും? പ്രിയമുള്ളവരെ, നമ്മുടെ വാക്കുകളിൽ, പ്രവൃത്തികളിൽ വിശുദ്ധി നിലനിൽക്കണമെങ്കിൽ, സ്നേഹം നിലനിൽക്കണമെങ്കിൽ, കരുണ നിലനിൽക്കണമെങ്കിൽ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട വലിയൊരു അവബോധമാണ് ദൈവം എന്നെ കാണുന്നുണ്ട്, ദൈവം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. സങ്കീർത്തനത്തിൽ പറയുന്നില്ല 139 സങ്കീർത്തനം, നീ കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും യാത്ര ചെയ്യുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം നിൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ദൈവം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, കാണുന്നുണ്ട്. ദൈവമെല്ലാം കാണുന്നുണ്ടെന്ന് തിരിച്ചറിയണം. ഉൽപ്പത്തി പുസ്തകം 16-13 നമ്മൾ കാണുന്നുണ്ട്, സാറായുടെ ആ ശല്യം സഹിക്കവയ്യാതെ അവളുടെ ദാസി ഹാഗാർ, അബ്രഹാമിൻ്റെ ദാസി ഹാഗാർ, അവൾ ഗർഭിണിയാണ്. അതിൻ്റെ അസ്വസ്ഥതകളുമായി അവൾ ആ വീട് വിട്ട് ഓടി ഒളിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ആ കുടുംബത്തിൽ, ആ ഭവനത്തിൽ സാറായിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന നിന്ദനങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ ദാസിയായ ഹാഗാറിനെ വിഷമിപ്പിക്കുന്നു. ഹാഗാർ മരുഭൂമിയിലേക്ക് ഓടി ഒളിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അവൾ മരുഭൂമിയിൽ എത്തി നിൽക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവിടെ എത്തുന്നുണ്ട്, ഹാഗാറിനോട് സംസാരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 16-13 പറയുന്നുണ്ട്, അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽറോയ് എന്ന് വിളിച്ചു, കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വച്ച് കണ്ടു എന്ന് അവൾ പറഞ്ഞു. അതെ, എന്നെ കാണുന്നവനായ ദൈവത്തെ നീ ഒരു വേള നിൻ്റെ ജീവിതത്തിൻ്റെ വഴിയാത്രകളിൽ, നിൻ്റെ പ്രതിസന്ധികളിൽ, നിൻ്റെ സ്വകാര്യതയിൽ നിനക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിച്ചാൽ നിൻ്റെ ജീവിതത്തിന് പരിവർത്തനമുണ്ടാകും. ക്ലേശങ്ങൾ അത് ക്ലേശമല്ലാത്ത തരത്തിൽ മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ ദൂതൻ ഹാഗാറിനോട് പറയുകയാണ്, നീ തിരിച്ച് നിൻ്റെ ദാസിയുടെ അരികിലേക്ക് തന്നെ പോവുക. എന്നെ കാണുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇടപെടുമെന്ന് ഹാഗാർ തിരിച്ചറിയുമ്പോൾ ഹാഗാർ പിന്നെ സാറായുടെ അടുത്തേക്ക് തിരിച്ച് യാത്ര ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മൾ കുടുംബം വിട്ട് ഓടുന്നുണ്ടോ? നമ്മളായിരിക്കുന്ന സൗഹൃദങ്ങൾ, സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, സുരക്ഷിതത്വം നൽകുന്ന ആ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് നമ്മൾ ഓടിയൊളിക്കുവാനായിട്ട് കാരണം ഹാഗാറിനെ പോലെ നമ്മൾ അറിയാതെ ഓടുന്നുണ്ടെങ്കിൽ ദൈവം എന്നെ കാണുന്നില്ല എന്നുള്ളൊരു ചിന്തയാണ്. ഹാഗാർ കണ്ടുമുട്ടിയ ദൈവത്തെ നീയും കണ്ടുമുട്ടാൻ തക്ക വിധം ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. അവിടെ നിന്ന് നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. ഉൽപ്പത്തി പുസ്തകം 21-17 വീണ്ടും നമ്മൾ ഹാഗാറിനെ കണ്ടുമുട്ടുന്നുണ്ട്. അബ്രഹാം ഹാഗാറിനെ വീണ്ടും മരുഭൂമിയിലേക്ക് തിരിച്ചയക്കുന്നുണ്ട് ഈ കുഞ്ഞുമായിട്ട്. അവിടെയും അതുപോലും ദൈവം കാണുന്നുണ്ടെന്ന് ഹാഗാറിൻ്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്ന ഒരു ദൈവം. അപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു ദൈവം എൻ്റെ അരികിലുണ്ടെന്ന് നമ്മൾ ഓരോ ദിവസവും തിരിച്ചറിയണം. ഒരുപക്ഷെ പ്രിയപ്പെട്ട സഹോദര, സഹോദരി, നീ നിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് നീ പലവട്ടം പറഞ്ഞിട്ടുണ്ടാകാം, ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചുവോ? ദൈവം ഇത് കാണുന്നില്ലേ? എൻ്റെ മേൽ ചൊരിയുന്ന നിന്ദനങ്ങൾ, എൻ്റെ മേൽ മറ്റുള്ളവർ എടുത്തു വയ്ക്കുന്ന ഭാരങ്ങൾ, വേദനകൾ, ദുരിതങ്ങൾ, ദൈവമേ നീ ഇതുപോലും കാണുന്നില്ലേ എന്ന് പലവട്ടം ചോദിച്ചിട്ടുണ്ടാകാം. എന്നാൽ ദൈവം നിന്നോട് പറയുകയാണ്, മകളെ, മകനെ, അതും ഞാൻ കാണുന്നുണ്ട്, അതും ഞാൻ കേൾക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 25-22 ഇപ്രകാരമാണ് വചനം, അവിടെ വച്ച് ഞാൻ നിന്നെ കാണും. കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷ്യപേടകത്തിന് മീതെയുള്ള കെരൂബുകളുടെ നടുവിൽ നിന്ന്
ഞാൻ നിന്നോട് സംസാരിക്കും. ഇസ്രായേലിന് വേണ്ടിയുള്ള എൻ്റെ കൽപ്പനകളെല്ലാം ഞാൻ നിന്നെ അറിയിക്കും. ദൈവം മോശയോട് പറഞ്ഞതാണ്. ദൈവം മോശയെ കാണുമെന്നും ദൈവം മോശയോട് സംസാരിക്കുമെന്നും ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ പോലും കാണുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തെ കണ്ടുമുട്ടണമെങ്കിൽ നീ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്നാൽ മതി. നിൻ്റെ വേദനകളും നൊമ്പരങ്ങളും ദുഃഖങ്ങളുമായി ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം നിന്നെ കാണുന്നുണ്ടെന്നുള്ള ആ ഒരു അനുഭവം നിനക്ക് ലഭിക്കും. ദൈവം നിന്നോട് സംസാരിക്കുന്നത് നിനക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. ഒത്തിരി പേരുടെ ജീവിത അനുഭവങ്ങൾ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ദൈവത്തെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിന്നെ കാണുന്ന ദൈവത്തെ നീ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവം വിളിക്കുന്ന, ദൈവം നിന്നോട് ആവശ്യപ്പെടുന്ന ഇടങ്ങൾ നീ എത്താനായിട്ട് തയ്യാറാകണം. ചില ഇടങ്ങൾ ദൈവം കണ്ടുമുട്ടാനായിട്ട് നിനക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. അവിടെ ദൈവം നിന്നെ കണ്ടുമുട്ടും. ഹാഗാർ മരുഭൂമിയിൽ കണ്ടുമുട്ടിയതുപോലെ ആ സമരിയക്കാരി, ആ സ്ത്രീ, അവൾ വെള്ളം കോരാനായിട്ട് ഉച്ച സമയത്ത് ആ കിണറ്റിൻകരയിലെത്തുമ്പോൾ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതുപോലെ നിൻ്റെ വഴിയാത്രകളിൽ നിന്നെ കാണുന്ന ഒരു ദൈവം നിന്നെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് നിരാശ വേണ്ട, ആകുലത വേണ്ട, ഭയം വേണ്ട. ആരും എന്നെ കാണുന്നില്ല എന്ന് പരാതിപ്പെട്ട് നിൻ്റെ ജീവിതത്തെ നിരാശയ്ക്ക് അടിമപ്പെടുത്തേണ്ട ആവശ്യമില്ല. സങ്കീർത്തനത്തിൽ 10-ാം സങ്കീർത്തനം 11 വചനം പറയുക, ദൈവം മറഞ്ഞിരിക്കുന്നു, അവിടുന്ന് മുഖം മറച്ചിരിക്കുകയാണ്, അവിടുന്ന് ഒരിക്കലും ഇത് കാണുകയില്ല എന്ന് ദുഷ്ടർ വിചാരിക്കുന്നു. ദുഷ്ടൻ വിചാരിക്കും പലപ്പോഴും ദൈവം ഇത് കാണുന്നില്ല, ദൈവം മറഞ്ഞിരിക്കുകയാണ്, ദൈവം തൻ്റെ മുഖം മറച്ചിരിക്കുകയാണെന്നൊക്കെ നമ്മൾ അറിയാതെ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിലെ ദുഷ്ടതയാണ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ദൈവം കാണുകയില്ല, കുഴപ്പമില്ല, നമുക്ക് എന്തും ചെയ്യാം. ഈ അടുത്ത നാളിൽ ആശ്രമത്തിൽ ഒരു കളവ് പോയി. ആശ്രമത്തിൽ സംഭവിച്ചതാണ്. കുർബാനയ്ക്ക് വന്ന വിദേശത്ത് നിന്ന് ഒരു യുവാവ് അന്ന് കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് വന്നു. നല്ല വില കൂടിയ ഷൂസാണ് അവൻ ധരിച്ചിരുന്നത്. ദേവാലയത്തിൻ്റെ അകത്ത് കയറുമ്പോൾ ഷൂസ് ഒന്ന് പുറത്ത് ഊരിയിടാമെന്ന് കരുതി അവൻ പുറത്തേക്ക് ഊരിയിട്ടു. അത് കഴിഞ്ഞ് അവൻ ദേവാലയത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവൻ്റെ ഷൂസ് നഷ്ടപ്പെടുകയാണ്. ഷൂസ് നഷ്ടപ്പെട്ടപ്പോൾ അവന് വല്ലാത്തൊരു അസ്വസ്ഥതയായി. ആദ്യം അവൻ ദൈവത്തെയും എല്ലാവരെയും ചുറ്റുപാടുമുള്ളവരെയും പഴിക്കുന്ന ചിന്തകളും വാക്കുകളും അവൻ്റെ ഉള്ളിൽ നിന്ന് വന്നു. അവൻ ആശ്രമത്തിലേക്ക് വന്നിട്ട് അവൻ പറഞ്ഞു, അച്ഛാ, ഞാൻ വില കൂടിയ ഒരു ഷൂസാണ് ധരിച്ചിരുന്നത്, പള്ളിയിൽ പ്രാർത്ഥിക്കാൻ കയറി ഷൂസ് നഷ്ടപ്പെട്ടു, ഇത് വല്ലാത്ത വിഷമമായിപ്പോയി. അപ്പോൾ അവിടെ CCTV ക്യാമറകളുണ്ട്, ചുറ്റുപാടും പരിശോധിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാമറകളുണ്ട്. അവിടെ ആ ക്യാമറ ഒന്ന് പരിശോധിക്കാനായിട്ട് തയ്യാറായി. അപ്പോൾ ആ ക്യാമറകൾ അത് റെക്കോർഡ് ചെയ്തിട്ടുള്ള ആ ഭാഗം അത് തിരിച്ച് ഒന്ന് നോക്കുവാനായിട്ട് തയ്യാറായപ്പോൾ ആ ഷൂസ് ഒരാൾ എടുത്തുകൊണ്ട് പോയത് കാണാനായിട്ട് സാധിച്ചു. പ്രിയമുള്ളവരെ, ഈ ക്യാമറയിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്ന കാര്യങ്ങൾ അത് CCTV ഇതിലൂടെ ക്യാമറയിലൂടെ കൂടെ നിന്ന് കണ്ടുകൊണ്ടിരുന്നവർ അവർക്ക് പോലും വല്ലാത്തൊരു ചമ്മലായി. അയ്യോ, നമ്മൾ അവിടെ ഇരുന്ന് തമാശ പറഞ്ഞത്, കളി പറഞ്ഞത്, നമ്മുടെ നോട്ടങ്ങൾ പോലും ഇവിടെ നേരിട്ട് കണ്ടപ്പോൾ വികൃതമാണല്ലോ, അത് വേണ്ടായിരുന്നല്ലോ എന്നുള്ളൊരു ചിന്ത. പ്രിയമുള്ളവരെ, സാധാരണ ഒരു ക്യാമറയുടെ മുമ്പിലൂടെ നമ്മൾ നടന്നു നീങ്ങിയപ്പോൾ നമ്മുടെ ചേഷ്ടകൾ പിന്നെ നമ്മൾ തന്നെ അത് കണ്ടപ്പോൾ വേണ്ട എന്ന് തോന്നിപ്പോകുന്നുണ്ടെങ്കിൽ, എല്ലാം കാണുന്ന സൂര്യനേക്കാൾ ശോഭയേറിയ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ അവൻ നമ്മുടെ മുമ്പിൽ ഇത് കാണിച്ചു തരുമ്പോൾ നമുക്ക് എന്ത് വികാരമായിരിക്കും ആ നിമിഷം നമുക്ക് തോന്നുക. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, ദൈവത്തിൻ്റെ കണ്ണിൽ നിന്ന് ഒന്നും മാറ്റുവാനാവുകയില്ല. മറച്ചു പിടിക്കാനാവാത്ത വിധം അവൻ്റെ കണ്ണുകൾ എന്നെ നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. സങ്കീർത്തനം 94-ാം സങ്കീർത്തനത്തിൽ 7 മുതൽ 9 വരെയുള്ള വചനം ഇപ്രകാരമാണ്: കർത്താവ് കാണുന്നില്ല, യാക്കോബിൻ്റെ ദൈവം ഗ്രഹിക്കുന്നില്ല എന്ന് അവർ പറയുന്നു. അറിഞ്ഞുകൊള്ളുവിൻ, ഭോഷരെ, നിങ്ങൾക്ക് എന്ന് വിവേകം വരും? ചെവി നൽകിയവൻ കേൾക്കുകയില്ലെന്നോ, കണ്ണ് നൽകിയവൻ കാണുകയില്ലെന്നോ? അതെ, വളരെ നല്ല ദൈവവചനത്തിൻ്റെ ഒരു അഭിഷേകം ഈ വചനത്തിലൂടെ നമ്മുടെ ചിന്തകളിലേക്ക് കടന്നു വരും. കണ്ണ് തന്നവൻ കാണുകയില്ലെന്നോ, ചെവി തന്നവൻ കേൾക്കുകയില്ലെന്നോ? നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കുകളും, നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും, നമ്മൾ കേൾക്കുന്ന വാക്കുകളും, നമ്മുടെ നോട്ടവുമൊക്കെ കണ്ണ് തന്നവനും കാത് തന്നവനും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ടെന്ന് തിരിച്ചറിയണം.
ഇരുട്ട് പോലും അവന് ഇരുട്ടല്ല. മറകൾക്കുള്ളിൽ നീ മറച്ചിരുന്നാലും ഒരുപക്ഷെ ആരും കാണുന്നില്ല എന്ന് വിചാരിക്കുന്ന ഇടങ്ങളിൽ നീ ഇരിക്കുമ്പോഴും നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു കണ്ണുണ്ടെന്ന് തിരിച്ചറിയണം. അപ്പോൾ അനിഷ്ടമായത്, ദൈവത്തിന് വിരുദ്ധമായത് ചെയ്യാത്ത വിധം നന്മയുടെ ജീവിതം നയിക്കാനായിട്ട് പറ്റും. ചിലപ്പോഴൊക്കെ വല്ലാത്ത വിഷമം തോന്നുന്ന കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. നമ്മൾ പോലും മുഖം തിരിച്ചു കളയുന്ന വിധത്തിലുള്ള മ്ലേച്ഛതകളുടെ കാഴ്ചകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുമ്പോൾ ഇതൊക്കെ ചെയ്യുന്നവർ വിചാരിക്കുന്നത് ആരും ഞങ്ങളെ കാണുന്നില്ല എന്നാണ്. ചില വഴിയാത്രകളിൽ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ അവർ വിചാരിക്കും ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് അവർ ചെയ്യുന്ന തിന്മ പ്രവൃത്തികൾ, അവരുടെ തിന്മ നിറഞ്ഞ വാക്കുകൾ, ഇതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് അവർ പോലും അറിയുന്നില്ല. അതുകൊണ്ടാണ് ഈ വചനം പറയുന്നത്, കാരണം ദൈവം കാണുന്നില്ല എന്ന് ദുഷ്ടൻ വിചാരിക്കുന്നു. കാരണം ദുഷ്ടത ചെയ്യുന്നവൻ്റെ വിചാരം അവൻ ദുഷ്ടത ചെയ്യാൻ തന്നെ കാരണം എന്താണ്? ദൈവം ഇത് കാണുന്നില്ല, ദൈവം അറിയുന്നില്ല. ഒരിക്കൽ ഒരു കുട്ടി തൻ്റെ മുത്തശ്ശി അമ്മയുടെ അമ്മയെ എപ്പോഴും വേദനിപ്പിക്കും. അപ്പോൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഈ മുത്തശ്ശി എന്തെങ്കിലും ഈ കുഞ്ഞിനോട് ചെയ്യാൻ പറഞ്ഞാൽ അതൊന്നും ചെയ്യില്ല. വാശിയോടെ ഈ മുത്തശ്ശിയെ കളിയാക്കിയിട്ട് ഒരു പിച്ചൊക്കെ കൊടുത്ത് മുത്തശ്ശിയെ വേദനിപ്പിച്ചിട്ടാണ് ഈ കുട്ടി പോകുന്നത്. പക്ഷെ കുട്ടിക്ക് അറിയില്ല, കുട്ടി വിചാരിക്കുന്ന ആരും കാണുന്നില്ല എന്ന്. എന്നാൽ ഒരു നാളിൽ ഈ കുട്ടിയോട് ഈ കർത്താവിൻ്റെ ഒരു കാഴ്ചപ്പാടുള്ള ദർശനങ്ങളുള്ള ഒരു വ്യക്തി ഈ കുഞ്ഞിനോട് സ്നേഹത്തോട് പറഞ്ഞു, നീ മുത്തശ്ശിയെ ഒത്തിരി വേദനിപ്പിക്കാറുണ്ടല്ലോ, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? ആ കൊച്ചിന് വല്ലാത്ത അത്ഭുതമായി. കാരണം ആ കുട്ടി വിചാരിച്ച ആരും കാണുന്നില്ലെന്ന്. ആരുമില്ല, കാരണം ഈ മുത്തശ്ശി ആരോടും പറയാനും സാധ്യതയില്ല. ആരോടും പറയാത്ത, താൻ ആരും അറിയാത്ത ഒരു കാര്യം, താൻ മാത്രം ചെയ്ത ഒരു കാര്യം എങ്ങനെ ഈ ഒരു ആത്മാവിൻ്റെ നിറവുള്ള പ്രാർത്ഥനയിൽ നിൽക്കുന്ന ഈ ബ്രദർ തന്നോട് പറയുന്നു? ആ കുട്ടിക്ക് അന്നൊരു അവയർനെസ് കിട്ടുകയാണ്, ബോധ്യം കിട്ടുകയാണ്, കാണുന്നുണ്ടെല്ലാം, കാണുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് പിന്നെ ആ കുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റം വരികയാണ്. പിന്നെ ഈ മുത്തശ്ശി വിളിച്ചാൽ ഓടിയെത്തും, സ്നേഹത്തോടെ നന്മ ചെയ്യും. കാരണം ഈ കുട്ടിയുടെ ഉള്ളിൽ ഉള്ള ബോധ്യം, ഞാൻ ചെയ്യുന്നതൊക്കെ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ വൃദ്ധയായ ഈ അമ്മച്ചിയോട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ബോധം, തിരിച്ചറിവ് വന്നപ്പോൾ പിന്നെ ഈ കുട്ടിയുടെ സ്വഭാവത്തിൽ, ഈ കുട്ടിയുടെ പെരുമാറ്റത്തിൽ, ഈ കുട്ടി എടുക്കുന്ന ഓരോ പ്രവൃത്തികളിലും നന്മയുടെ, കൃപയുടെ ഇടപെടലുകൾ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ സങ്കീർത്തനത്തിൽ 10-ാം സങ്കീർത്തനം 14-ാം വാക്യം ഇപ്രകാരമാണ്, അങ്ങ് കാണുന്നുണ്ട്, കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്. അങ്ങ് അവ ഏറ്റെടുക്കും. നിസ്സഹായകൻ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ. പ്രിയമുള്ളവരെ, ദൈവം കാണുന്നുണ്ട്. പക്ഷേ വചനം വളരെ ആധികാരികമായിട്ട് പഠിപ്പിക്കുന്ന ഒരു വലിയൊരു ചിന്ത നമ്മുടെ മുമ്പിൽ നൽകുകയാണ്. സങ്കീർത്തകൻ 10-ാം സങ്കീർത്തനത്തിൽ 14-ാം വാക്യത്തിൽ, കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്. അങ്ങ് കാണുന്നുണ്ടെന്നല്ല, വചനം അങ്ങ് കാണുന്നുണ്ട്, ദൈവം കാണുന്നുണ്ടെന്ന് പറയുന്നതിനേക്കാൾ ഉപരി തീർച്ചയായും കാണുന്നുണ്ട്. ദൈവം ഒരു മനുഷ്യൻ്റെ മേൽ കടന്നു വരുന്ന കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും തീർച്ചയായും കാണുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് കഷ്ടപ്പാടുകളുടെയും ക്ലേശങ്ങളുടെയും ആ കണ്ണുനീരിൻ്റെ താഴ്വരയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ജീവിത പങ്കാളിയിൽ നിന്ന്, മക്കളിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും കരുതലുമൊക്കെ നിഷേധിക്കപ്പെട്ട് സഹനങ്ങളുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ജീവിത പങ്കാളിയിൽ നിന്നും, മക്കളിൽ നിന്നും, അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്നും ലഭിക്കേണ്ട നന്മകൾ നിഷേധിക്കപ്പെട്ട് ആ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും തിരിച്ചറിയണമേ, ദൈവം നിന്നെ കാണുന്നുണ്ട്, ദൈവം നിന്നെ അറിയുന്നുണ്ട്, ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. സങ്കീർത്തനം 11-ാം സങ്കീർത്തനം 4-ാം തിരുവചനം, കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. അവിടുത്തെ സിംഹാസനം സ്വർഗത്തിലാണ്. അവിടുത്തെ കണ്ണുകൾ മനുഷ്യമക്കളെ കാണുന്നു. അവിടുന്ന് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത്. ക്യാമറയുടെ കണ്ണുകളേക്കാൾ സൂക്ഷ്മത ദൈവത്തിൻ്റെ കണ്ണുകൾക്കുണ്ട്. ചിലപ്പോഴൊക്കെ ചില CCTV ക്യാമറകളിൽ നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് കാണാം. പക്ഷെ അതിനേക്കാൾ സൂക്ഷ്മതയാണ് ദൈവത്തിൻ്റെ കണ്ണുകൾ. നമ്മുടെയൊക്കെ പ്രവൃത്തികൾ, അന്ത്യവിധി എന്നൊക്കെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. കർത്താവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ജനനം മുതൽ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകേണ്ട ആ മരണത്തിൻ്റെ നിമിഷം വരെയുള്ള ഓരോ സംഭവങ്ങളും ഒരു ഫ്ലാഷ് ബാക്കായിട്ട് ഒരു ഫിലിമിൽ കാണുന്നത് പോലെ ദൈവം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരും. ദൈവത്തിന് അതിന് കഴിയും. കാരണം
സാധാരണ മാനുഷികമായി മനുഷ്യൻ നിർമ്മിച്ച ഒരു CCTV ക്യാമറയിലൂടെ കടന്നു വരുന്ന കാര്യങ്ങൾ, റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ അത് തിരിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ എത്രയോ വലിയ ശക്തനായ ദൈവത്തിൻ്റെ കണ്ണുകൾ അത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരും. ദൈവം കാണിച്ചു തരുമ്പോൾ നമുക്ക് ഉത്തരം കൊടുക്കാനായിട്ടുണ്ടോ? നന്മയുടെ ജീവിതമാണെങ്കിൽ, സ്നേഹത്തിൻ്റെ ജീവിതമാണെങ്കിൽ, എല്ലാം കാണുന്ന ദൈവം നമ്മുടെ ജനനം മുതൽ മരണം വരെ ഈ ഭൂമിയിൽ നമ്മൾ സംസാരിച്ച വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ നോട്ടവും നമ്മുടെ പെരുമാറ്റവും എല്ലാം അവനൊരു സ്ക്രീനിലെന്ന പോലെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുമ്പോൾ നമ്മളവിടെ അത്ഭുതത്തോടെ നിൽക്കേണ്ടി വരും. നന്മയായിരുന്നുവെങ്കിൽ സന്തോഷത്തോടെ അവൻ്റെ സ്വർഗീയ കൂട്ടായ്മയിൽ, ദൈവീക ഭവനത്തിൽ നമുക്ക് സന്തോഷത്തോടെ പ്രവേശിക്കാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ അതിനെ ഓർത്ത് ദുഃഖിക്കേണ്ട അവസ്ഥ വരും. സങ്കീർത്തകൻ 33-ാം സങ്കീർത്തനം 13, കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു, അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നുണ്ട്. ദൈവം കുറച്ചുപേരെ മാത്രമല്ല കാണുന്നത്, ഈ ഭൂമിയിലെ ഓരോ മനുഷ്യനെയും ദൈവം കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ കണ്ണിൽ നിന്നൊന്നും മറയ്ക്കാൻ പറ്റില്ല. എല്ലാ മനുഷ്യരെയും കാണുന്നുണ്ട്. ഒരുപക്ഷെ അധികാരസ്ഥാനത്തിരിക്കുന്ന, അല്ലെങ്കിൽ സമ്പത്തും അധികാരവും എല്ലാം പ്രശസ്തിയുമുള്ള മനുഷ്യർ വിചാരിക്കും ഇതൊന്നും ദൈവം കാണുന്നില്ല, അതുകൊണ്ട് ആരെയും പീഡിപ്പിക്കാം, ആരെയും ദ്രോഹിക്കാം, ആരുടെ മേലും കുതിര കയറാം. ഇതൊക്കെ മനുഷ്യൻ്റെ ചിന്തകളാണ്. കാണുന്നില്ല എന്ന് മൂഢൻ പറയും, ഭോഷൻ പറയും. പക്ഷേ ദൈവം പറയുകയാണ്, ദൈവം എല്ലാ മനുഷ്യരെയും നോക്കുന്നുണ്ട്. നമുക്കറിയാം, മുകളിൽ നോക്കുന്നതിനേക്കാൾ മുകളിൽ നിന്ന് താഴെ നോക്കുമ്പോൾ കൂടുതൽ ക്ലിയറാണ്. ചില കാര്യങ്ങൾ നമുക്ക് കൂടുതൽ വിസ്തൃതിയോടെ, കൂടുതൽ വിശാലമായി കാണാൻ പറ്റും മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ. ദൈവം അതുപോലെ നമ്മളെ കാണുന്നുണ്ടെന്ന് കൂടി ഈ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. സുഭാഷിതങ്ങൾ 5:21, മനുഷ്യൻ്റെ ചെയ്തികളെല്ലാം കർത്താവ് കാണുന്നു, അവിടുന്ന് അവൻ്റെ പാതകളെ പരിശോധന ചെയ്യുന്നു. വീണ്ടും പ്രഭാഷകൻ 39:19, മനുഷ്യൻ്റെ പ്രവൃത്തികൾ അവിടുന്ന് കാണുന്നു, അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. മനുഷ്യൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവം കാണുന്നുണ്ട്, അവിടുത്തെ ദൃഷ്ടിയിൽ നിന്നൊന്നും മറഞ്ഞിരിക്കുന്നില്ല. നീ ദേവാലയത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോഴും ദൈവം നിന്നെ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. നീ ദേവാലയത്തിൻ്റെ ഉള്ളിലിരുന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തിനും കരുതലിനും വിശുദ്ധിക്കുമെതിരായി സംസാരിക്കുമ്പോൾ, പെരുമാറുമ്പോൾ അതും ദൈവം നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയണം. കാരണം അത് നമ്മൾ ഈ ഭൂമി വിട്ട് എത്ര നാളാണ് ഈ ഭൂമിയിൽ ജീവിക്കുക? ഈ ഭൂമി വിട്ട് പോകുമ്പോൾ ഇതെല്ലാം കർത്താവ് കാണിച്ചു തരും. അപ്പോൾ നമ്മൾ നിരാശരായി ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ തോറ്റുപോകാതിരിക്കണമെങ്കിൽ, അവൻ്റെ കരുണയിൽ, കരുതലിൽ നമുക്ക് സ്ഥാനം ലഭിക്കണമെങ്കിൽ ദൈവം കാണുന്നുണ്ടെന്നുള്ള ചിന്തയോടെ ഈ ഭൂമിയിലെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്താനായിട്ട് തയ്യാറാകണം. ജെറമ്യാ 7:11, എൻ്റെ നാമം വഹിക്കുന്ന ഈ ആലയം നിങ്ങൾക്ക് മോഷ്ടാക്കളുടെ ഗുഹയോ? ഇതാ ഞാൻ തന്നെ ഇത് കാണുന്നുണ്ട്, കർത്താവ് അരുൾ ചെയ്യുന്നു. ചില ദേവാലയങ്ങൾ, ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ദേവാലയങ്ങളെപ്പോലും അതിൻ്റെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കാത്ത വിധം തിന്മ നിറഞ്ഞ വാക്കുകളും പ്രവൃത്തികളും നമ്മൾ ചെയ്യുമ്പോൾ തിരിച്ചറിയണം, അത് കാണുന്ന ഒരു ദൈവമുണ്ട്. ജെറമ്യാ 16:17, അവരുടെ പ്രവൃത്തികൾ ഞാൻ കാണുന്നുണ്ട്, അവ എനിക്ക് അജ്ഞാതമല്ല, അവരുടെ അകൃത്യങ്ങൾ എൻ്റെ കണ്ണുകൾക്ക് ഗോപ്യവുമല്ല. പ്രിയമുള്ളവരെ, കാണുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മൾ കർത്താവിൻ്റെ സുവിശേഷത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നഥാനിയേലിനെ നമ്മൾ കാണുന്നു. ഫിലിപ്പോസ് നഥാനിയേലിനെ വിളിച്ചുകൊണ്ട് വരികയാണ്. ഫിലിപ്പോസ് കർത്താവായ യേശുവിനെ കണ്ടുമുട്ടി കഴിയുമ്പോൾ നഥാനിയേലിനോട് പറയുന്നുണ്ട്, ഞാൻ രക്ഷകനെ കണ്ടു, വാ നിനക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നഥാനിയേൽ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുകയാണ്. അത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് യഹൂദ പ്രവചനങ്ങൾ ധ്യാനിച്ച് വായിച്ചുകൊണ്ടിരിക്കുന്ന ആ നഥാനിയേലിനെ ഈശോ നേരത്തെ കാണുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 1:50 യേശു പറയുകയാണ്, അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ? അതേ പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ കാണുന്നുണ്ട്. നീ എവിടെയായിരുന്നാലും, ഏത് സാഹചര്യത്തിലായിരുന്നാലും ദൈവം നിന്നെ കാണുന്നുണ്ട്. ഈ ഒരു തിരിച്ചറിവും ഈ ഒരു അവബോധവും ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ അധരങ്ങളിലെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ കാഴ്ചകളും വിശുദ്ധമായിരിക്കും. ഈ ദിനത്തിൽ ദൈവം നമ്മെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ടെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കാം. ആ ബോധ്യത്തോടുകൂടി ജീവിതത്തെ നന്മയാക്കി മാറ്റാം. കരങ്ങൾ കൂപ്പി ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, 139-ാം സങ്കീർത്തനത്തിലൂടെ അവിടുന്ന് ഞങ്ങളോട് പറയുന്നുണ്ടല്ലോ, ഞാനെല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്.
ഹാഗാറിൻ്റെ കുഞ്ഞിൻ്റെ നിലവിളി പോലും കണ്ട ദൈവമേ, ഞങ്ങളുടെ ഹൃദയ വേദനകളും നൊമ്പരങ്ങളും രോദനങ്ങളുമെല്ലാം നീ അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. മറ്റുള്ളവരോട് ഞങ്ങളെടുക്കുന്ന നിലപാടുകൾ പോലും നീ കാണുന്നുണ്ടെന്നുള്ള തിരിച്ചറിവോടെ ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധമായി കാത്തുസൂക്ഷിക്കുവാനും മറ്റുള്ളവരുമായുള്ള ഞങ്ങളുടെ ഇടപെടലുകളിൽ ദൈവം കാണുന്നുണ്ടെന്നുള്ള തിരിച്ചറിവോടെ നന്മയിൽ നിലനിൽക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിന്മയും അസ്വസ്ഥതയും ഞങ്ങളുടെ ജീവിതങ്ങളെ തകർക്കാതിരിക്കത്തക്ക വിധം ദൈവത്തെ ധ്യാനിച്ച് കാണുന്ന ദൈവത്തെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ട് ജീവിതയാത്ര നടത്തുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ.